ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്കുള്ള എൻട്രിക്ക് തൊട്ട് മുമ്പായിട്ട് സോഷ്യൽ മീഡിയ ഒന്നുകൂടി ഒന്ന് ഇളക്കി മറിച്ച് തൻ്റെ കൂടെ ഇങ്ങ് കൊണ്ടുവരാനായിട്ട് രേണു സുധി മോഡലിംഗ് പരിപാടിയായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല കോസ്റ്റ്യൂമുകളിൽ ഒരു അപ്സരസൊക്കെ വരുന്നത് പോലെ രേണു സുധീൻ്റെ ഈ പറയുന്ന മോഡലിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോസാണ് ഈ പറയുന്ന രേണു സുധി മോഡലിങ്ങും അതുപോലെ എന്താണ് മറ്റേ ആ ഒരു റാം വാക്കൊക്കെ ചെയ്തു വരുന്ന ആ ഒരു വീഡിയോസൊക്കെ. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 7 അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി എന്താണ് രേണുസുധി ബന്ധപ്പെട്ടുള്ള പല കണ്ടന്റുകളും യൂട്യൂബിൽ സജീവമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. യൂട്യൂബിലെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന റിവ്യൂ വീഡിയോ ചെയ്യുന്ന പല യൂട്യൂബ് ചാനലുകളും ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ വളരെ പഴയതാണ്. കാരണം നമ്മുടെ സുധിച്ചേട്ടനൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് രേണുവും ഈ പറയുന്ന സുധിച്ചേട്ടനും കൂടി ഒന്നിച്ച് ജീവിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയത്ത് ഇവര് ഒരുമിച്ച് എന്താണ് പല ആളുകളിൽ നിന്നും ഈ പറയുന്ന ക്യാഷും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ആ ക്യാഷും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ള പല വോയിസ് ക്ലിപ്പുകളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്തൊരു പ്രമുഖ വ്യക്തിയും കൂടി ഇടപെട്ടുകൊണ്ടാണ് ഇപ്പൊ സീക്രട്ട് ഏജന്റ് ഉൾപ്പെടെയുള്ള പലരും അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തത്. മറ്റാരുമല്ല, നമ്മുടെ ഷാലു പയ്യാട്, അതായത് നമ്മുടെ ഫിലിം ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള ഷാലു പയ്യാട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഷാലുവിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയുന്നതെന്ന്. എന്താണ് ഞാനിത് എടുത്തു പറയുന്നില്ല, ഒന്നുകൂടി പിന്നീടും പഴയ വ്യക്തികളുടെ പേരും കാര്യങ്ങളൊക്കെ എടുത്തിടേണ്ട ആവശ്യമില്ലല്ലോ. ഷാലു പയ്യാടിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം. അപ്പോൾ ഷാലു പയ്യാടിന്റെ നിന്ന് കാശും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷാലുവിന്റെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇന്നലെ സീക്രട്ട് ഏജന്റിന്റെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് യാതൊരു എന്താണ് വ്യക്തി പരിചയവും ഇല്ലാത്ത ഷാലു പയ്യാടിന്റെ നിന്ന് എന്താണ് ഒരു 1000 രൂപ ചോദിച്ചിട്ട് സുധിച്ചേട്ടൻ ഫോൺ വിളിക്കുന്നതും, എന്നിട്ട് ജസ്റ്റ് ഒരു 1000 രൂപ സുധി ആദ്യം ചോദിക്കും, എന്നിട്ട് അപ്പൊ തന്നെ ഫോൺ ഈ പറയുന്ന ചേച്ചിയുടെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഈ പറയുന്ന രേണു സുധിയാണ്. അങ്ങനെ പല വ്യക്തികളുടെ നിന്നും ക്യാഷും കാര്യങ്ങളൊക്കെ വാങ്ങിയെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന ഷാലു പയ്യാടിന്റെ കേസ് വളരെ വ്യക്തമായിട്ട് ഷാലു അതിനകത്ത് പറയുന്നുണ്ട്. എന്താണ് ഈ പറയുന്ന ഒരു സിനിമയുടെ ഭാഗമായിട്ട് സുധിച്ചേട്ടൻ ആ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് പോയി. ഷാലുവിനെ അപ്പ കണ്ട് എന്താണ് വലിയ പരിചയമൊന്നുമില്ല, ആ ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് കണ്ട ആ ഒരു പരിചയം വെച്ചിട്ട് ഫോൺ നമ്പർ വാങ്ങി വീട്ടിൽ ചെന്നിട്ട് ഒരു 8 മണിയായപ്പോൾ ഷാലുവിനെ വിളിച്ചു പറഞ്ഞു, എടാ വീട്ടിൽ എന്താണ് ഭാര്യയും മക്കളൊക്കെ എന്താണ് പട്ടിണിയാണ്, അവർക്ക് എന്താണ് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് ക്യാഷ് കിട്ടിയിട്ടില്ല, ഇപ്പൊ എന്താണ് അഭിനയിച്ച ആ ഒരു സിനിമയിൽ നിന്നും ക്യാഷും കാര്യങ്ങളും കിട്ടിയിട്ടില്ല, ഒരു 1000 രൂപ അയച്ചു തരാൻ പറ്റുമെന്ന് വിളിച്ചു ചോദിച്ചു. എന്നിട്ട് ഞാൻ ചേച്ചിയുടെ കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് രേണുവിൻ്റെ കൊടുത്തു. ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചത് രേണുവാണ്. അപ്പൊ അത്തരത്തിൽ ഒരുപാട് പേരുടെ ഈ പറയുന്ന സുധിയും രേണുവും കൂടി ഒരുമിച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ പറ്റിച്ചു വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലും കണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവം, ബിഗ് ബോസ് പോലൊരു പരിപാടി ആദ്യം തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ബിഗ് ബോസ് പോലൊരു റിയാലിറ്റി ഷോ വരുന്ന സമയത്ത് ഈ പറയുന്ന കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്യാനും അല്ലെങ്കിൽ ഇപ്പൊ പൊക്കിക്കൊണ്ടുവരേണ്ട ആളുകളാണെങ്കിൽ പൊക്കിക്കൊണ്ടുവരാനും മാക്സിമം ഒരു നോക്കും. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന പരിപാടികളാണ്. പക്ഷെ ഇതിനകത്ത് സത്യം എന്താണ് സത്യമായിട്ട് വന്നു. രേണുവിന്റെയും സുധിയുടെയും കേസിൽ സത്യമായിട്ട് തന്നെയാണ് വരുന്നത്. ആരും കെട്ടിച്ചമച്ച കാര്യങ്ങളൊന്നുമല്ല, ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. രേണുവിന്റെയും സുധിയുടെയും കൃത്യമായിട്ടുള്ള വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇവരെല്ലാവരും ഈ പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നമുക്ക് എന്താണ് ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഒരാളോട് കാശ് കടം വാങ്ങുന്നത് അത്ര മോശപ്പെട്ടൊരു കാര്യമാണോ എന്ന്? അല്ല, ഒരിക്കലും മോശപ്പെട്ടൊരു കാര്യമല്ല. പക്ഷേ നമ്മൾ കൊടുത്ത പൈസ പിന്നീട് ഒരു ആവശ്യം വരുമ്പോൾ ഈ പറയുന്ന കൊടുത്ത ആൾ വാങ്ങിയ ആളുടെ എന്ന് ചോദിക്കും. ഇങ്ങോട്ട് ചോദിക്കുന്ന സമയത്ത് ഭീഷണിയുടെ ഭാഷ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു മോശപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ സുധിച്ചേട്ടനെ ആയാലും രേണു സുധി ആയാലും നമ്മൾ മോശമായിട്ട് പറയുന്നത്. പക്ഷെ ഒരിക്കലും ഈ പറയുന്ന സുധിച്ചേട്ടനെ ഇനി അദ്ദേഹത്തെ എന്താണ് മോശമായി ചിത്രീകരിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ചുറ്റിപ്പറ്റി ഉണ്ടാവുന്ന സമയത്ത്, പക്ഷെ ഇതേ കാര്യങ്ങൾ പലതും രേണു സുധി വീണ്ടും ആവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെപ്പറ്റി സംസാരിച്ചേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ രേണു പണ്ടൊക്കെ ഈ പറയുന്ന സുധിച്ചേട്ടൻ്റെ ഒപ്പം പല വേദികളിലും പോയി നിൽക്കുന്ന സമയത്ത് രേണു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ എന്താണ് 10ഉം +2 തീർന്നതിന് ശേഷം ഏവിയേഷൻ കോഴ്സ് പൂർത്തീകരിച്ചിട്ട് ഈ പറയുന്ന പോലെ എന്താണ് ഈ പറയുന്ന പല എയർപോർട്ടുകളിലും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എയർ ഇന്ത്യയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പല സ്ഥലങ്ങളിലും ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നുള്ള രീതിയിലൊക്കെയാണ് രേണു സുധി പല സമയങ്ങളിലും പറഞ്ഞിരുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്ത് പല ഇന്റർവ്യൂവിന്റെയും കാര്യമായിട്ടൊക്കെ പോയി ചോദിക്കുന്ന സമയത്ത്, അതായത് ഈ പറയുന്ന രേണു സുധിക്ക് ഒരു ഗവൺമെന്റ് ജോലി വാഗ്ദാനം ചെയ്ത സമയത്ത് എംപ്ലോയ്മെന്റ് വഴി ഒരു ജോലി കിട്ടുമെന്നുള്ള രീതിയിലെത്തിയപ്പോൾ രേണു പറയുന്നു, ബാക്കിയുള്ള കോഴ്സുകളൊന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, 10ഉം +2 മാത്രം സർട്ടിഫിക്കറ്റ്സ് എൻ്റെ കയ്യിലുള്ളൂ എന്ന്. അപ്പൊ അത്തരത്തിലൊക്കെ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസത നമുക്ക് എന്താണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷോർട്ട് വീഡിയോ ഏകദേശം 52,000 പേര് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും.
രേണു സുധി ബിഗ് ബോസ് മലയാളം സീസൺ 7 പങ്കെടുക്കുകയാണെങ്കിൽ എത്ര പേര് രേണുവിനെ സപ്പോർട്ട് ചെയ്യും? ഞാൻ ഈ ഒരു വീഡിയോ ഇടാനായിട്ടുള്ള കാരണം മറ്റൊന്നുമല്ല, നമ്മൾ അതിന് മുന്നത്തെ ഒരു പ്രീവിയസ് ഡേ നമ്മൾ ഒരു വീഡിയോ ഇട്ടപ്പോൾ, അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 7 100% കൺഫേംഡ് ആയിട്ടുള്ള 18 മത്സരാർത്ഥികളുടെ ലിസ്റ്റ് നമ്മൾ പങ്കുവെച്ച സമയത്ത് അതിനകത്ത് ഈ പറയുന്ന രേണു സുധിയുടെ പേരും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ആ വീഡിയോന്റെ കമന്റ് ബോക്സ് ഒന്ന് കാണണം. അതിന്റെ അടിയിൽ ഫുള്ള് രേണു തന്നെ, എന്തിനാണ് രേണുവിനെ കൊണ്ടുവരാൻ ആര് പറഞ്ഞു, രേണുവിനെയൊക്കെ കൊണ്ടുവരാൻ ബിഗ് ബോസിന് നാണമില്ല, എന്തിനാണ് ഇത്തരത്തിലുള്ള പെണ്ണുങ്ങളെയൊക്കെ ബിഗ് ബോസിൽ കയറ്റുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒടുക്കത്തെ നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് രേണു സുധിക്ക് ഇത്ര നെഗറ്റീവ്, അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിൽ ഫസ്റ്റ് വീക്കിൽ തന്നെ എവിക്ഷനിൽ ഇപ്പൊ പുറത്താവുമല്ലോ, അങ്ങനെ അവർ വിചാരിച്ചുകൊണ്ടാണ് ഒരു ഷോർട്ട് വീഡിയോ അങ്ങോട്ട് ഇട്ടത്. രേണു സുധീനെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര പേരുണ്ട്, അവരെല്ലാവരും പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ട്. ആ വീഡിയോന്റെ കമന്റ് ബോക്സ് കാണണം. രേണു വരട്ടെ, രേണു വന്നാൽ എന്താണ്, രേണു വളരെ നല്ലൊരു പെൺകുട്ടിയാണ്, രേണു വരട്ടെ, രേണു വിജയിക്കട്ടെ, രേണുവിന്റെ യഥാർത്ഥ സ്വഭാവം നമുക്കറിയാലോ, പാവം രേണു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമന്റുകൾ. അപ്പൊ സത്യത്തിൽ ഞാൻ ആലോചിക്കുന്നത് രേണുവിന് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണോ രേണുവിന് ഇഷ്ടപ്പെടാത്ത വ്യക്തികളാണോ ഏറ്റവും അധികം ഉള്ളത്? തീർച്ചയായിട്ടും ഈ വീഡിയോന്റെ താഴെ നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്യാട്ടോ. നിങ്ങളൊക്കെ രേണു സുധി ബിഗ് ബോസ് മലയാളം സീസൺ 7 എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യില്ല. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഒരുപാട് പേര് പറയുന്നുണ്ട് ബിഗ് ബോസ് കാണില്ല, രേണു സുധി പങ്കെടുക്കുകയാണെങ്കിൽ ബിഗ് ബോസ് കാണില്ല എന്ന് പറയുന്ന കുറെ പേരുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, തീർച്ചയായിട്ടും ഈ കാണില്ല എന്ന് പറയുന്ന എല്ലാ വ്യക്തികളും ഈ പറയുന്ന ബിഗ് ബോസ് കാണും. രേണു ബിഗ് ബോസിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യത്തെ എപ്പിസോഡ് മുതൽ രേണു കയറുന്നത് തൊട്ട് നിങ്ങൾ കാണും. എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നതെന്നും കൃത്യമായിട്ട് രേണുവിന്റെ പല കണ്ടന്റുകളും നിങ്ങൾ വീക്ഷിക്കുകയും ചെയ്യും, അതൊക്കെ എൻജോയും ചെയ്യും. ബിഗ് ബോസിന് 100% ഉറപ്പാണ് ഈ പറയുന്ന രേണു സുധി വന്നു കഴിഞ്ഞാൽ കണ്ടന്റ് കിട്ടുമെന്ന്. അല്ലെങ്കിൽ ഒരിക്കലും ബിഗ് ബോസ് അങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി നിൽക്കില്ല. സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഫെയിം ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബിഗ് ബോസിലേക്ക് വരുന്ന 18 കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ലിസ്റ്റിൽ എനിക്ക് ഒരു 10% ഇപ്പൊ തന്നെ കയറുന്ന സമയത്ത് ഇത്രയും ഫാൻ ബേസ് അല്ലെങ്കിൽ ഇത്രയും സോഷ്യൽ മീഡിയയിൽ സജീവമായ അത്രയും അല്ലെങ്കിൽ ഇത്രയും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് മറ്റാർക്കും ഇല്ല. അതുപോലെ തന്നെ ഇപ്പൊ ഇത്രയും വളരെ മോശം കേൾപ്പിച്ചുകൊണ്ടാണ് രേണു ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നതെന്ന് നിങ്ങൾ എല്ലാവരും പറയും. അപ്പൊ എങ്ങനെ വിജയിക്കാൻ സാധിക്കും? ഇത്രയും തന്നെ ബാഡ് ആയിട്ടാണ് ബിഗ് ബോസ് സീസൺ 5 വിന്നർ ആയിട്ടുള്ള അഖിൽ മാരാർ ആദ്യം ബിഗ് ബോസ് ഹൗസിലേക്ക് പോയത്. അഖിൽ മാരാറിന്റെ കേസൊക്കെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അഖിൽ മാരാറും ഡോക്ടർ റോബിനും അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും. അഖിൽ മാരാറിനെ ബിഗ് ബോസിൽ പോകുന്നതിനേക്കാളും ബെറ്റർ മാളി ചെന്നിട്ട് മുണ്ടുപൊക്കി കാണിക്കുന്നതാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് അഖിൽ മാരാർ. എന്നിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയത്. കയറി ചെന്ന സമയം തൊട്ട് ഒടുക്കത്തെ നെഗറ്റീവ് ആയിരുന്നു. ഒരൊറ്റ എപ്പിസോഡിലാണ് അഖിലിന്റെ ഫുൾ എൻറ്റയർ കാര്യങ്ങളും മാറി മറിഞ്ഞത്. ഇപ്പൊ നമ്മൾ ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയിൽ ഒരു എവർഗ്രീൻ ഹീറോ ആരാണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഖിൽ മാരാർന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അതായത് വാക്ചാതുര്യം, അതുപോലെ തന്നെ കൊടുക്കുന്ന ടാസ്കുകളൊക്കെ വൃത്തിക്കും മെനക്കും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യല്. പിന്നെ കണ്ടന്റ് മേക്കിംഗ്, കണ്ടന്റ് സ്വന്തമായിട്ട് മേക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. അതിലൊക്കെ അഖിൽമാരാർ പെർഫെക്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും രേണു സുധിയും ഇത്രയും ബാഡ് ആയിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയി ഒരു എപ്പിസോഡൊക്കെ ധാരാളം മതി ഒരാളുടെ ഒരു ഫുൾ എൻറ്റയർ സ്വഭാവമൊക്കെ മാറ്റിക്കളയാനായിട്ട്. ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ രേണു സുധി ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ രേണുവിനെ ബാഡായിട്ട് കുറെ പേര് പല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഉള്ള കാര്യങ്ങൾ വെച്ച് തന്നെ ഇടുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിൽ ഏതെങ്കിലും ഒരു മറ്റൊരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ചുകൊണ്ട് രേണു സുധിയെ മോശമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രേണു സുധിക്കൊപ്പം എല്ലാവരും നിൽക്കും. ഇപ്പൊ പ്രമോയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ലാലേട്ടന്റെ വിക്ടിം കാർഡ് ഇല്ല, ഒറ്റപ്പെടൽ കാർഡ് ഇല്ല, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാർഡുകളൊക്കെ ഈ പ്രാവശ്യം കീറിക്കളയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാലേട്ടന്റെ ഒരു കിടിലം പ്രമോ ഉണ്ടായിരുന്നു. പക്ഷേ ബിഗ് ബോസ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിടിക്കുന്നോട് നിൽക്കൂല. ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സിനെ തന്നെ കണ്ടസ്റ്റൻസിനെ കൺട്രോൾ ചെയ്യുന്നതിൽ ഏകദേശം ഒരു പിടിത്തം വിട്ടു പോകും ഒരു സമയത്ത്. ആ ഒരു സമയത്തായിരിക്കും ഈ പറയുന്ന ബിഗ് ബോസിൽ രാജാവും റാണിയൊക്കെ ഉണ്ടായി വരുന്നത്. പല സീസണുകളിലും ബിഗ് ബോസ് പിടിച്ച് വെക്കും. ഒരു പോയിന്റ് എത്തുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പിടി അങ്ങ് വിടും. ആ പിടി വിടുമ്പോഴാണ് പെട്ടെന്ന് എല്ലാവരുടെ സ്വഭാവം മനസ്സിലായി ഒരു രാജാവും ഒരു റാണിയൊക്കെ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായി. ഭയങ്കര ഹൈപ്പിൽ, ഭയങ്കര ഫാൻ ബേസും ഭയങ്കര സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെ വളരാനായിട്ട് തീർച്ചയായിട്ടും രേണു സുധിക്ക് സാധിക്കും. അതിനുള്ളൊരു ക്യാപ്പബിലിറ്റിയും അതിനുള്ളൊരു വാക്ചാതുര്യവും എല്ലാ സംഭവം തനിക്ക് ഒപ്പിച്ച് പറയാനായിട്ട് നല്ല രീതിയിൽ ടാലന്റ് ഉള്ള വ്യക്തിയാണ് ഈ പറയുന്ന രേണു സുധി. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾക്ക് സർവൈവ് ചെയ്യാനും വിജയിക്കാനും പറ്റുന്ന ഒരു സ്ഥലമാണ് ബിഗ് ബോസ്. എന്തായാലും നമുക്ക് നോക്കാം രേണു സുധി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഈ രേണു ഉണ്ടെങ്കിൽ ബിഗ് ബോസ് കാണില്ല എന്ന് പറഞ്ഞാൽ എത്ര പേര് ഈ ഒരു സീസൺ കാണും എന്ന് നമുക്കറിയാലോ.
എന്നൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക്